ഞാനാണ് ഇന്ന് ഇൻട്രോ പറയുന്നത്. ഞങ്ങൾ വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പോവാണ്, 900 കണ്ടിയിലേക്ക്. ബിക്കോസ് അമ്മു അവിടെ ഒന്നും പോയിട്ടില്ല. ഇനി ബാക്കി അമ്മു ഇങ്ങോട്ട് നീട്ടി. അമ്മു ഇവിടെന്നല്ല കേട്ടോ, ഒരുവിധ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ ടൂറ് പോകാനോ കൊണ്ടുപോകാനോ ഉള്ള സാഹചര്യം അവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ ഒന്ന് പ്ലാനിങ്ങുകളൊക്കെ ഒന്ന് പ്രാവർത്തികമായി വരുന്നതിൻ്റെ ഇടയിലാണ് പാറു ആയത്. പിന്നെ പാറുവിൻ്റെ പിന്നാലെയുള്ള ഓട്ടപ്പാച്ചിലിൽ എല്ലാം ഒന്ന് സ്റ്റോപ്പായി. പ്ലാനിങ്ങുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തകൃതിയായിട്ട് നടക്കാറുണ്ട് കേട്ടോ, പക്ഷേ ഒന്നും യാഥാർത്ഥ്യമാവാറില്ല. ഇന്നിപ്പം പ്ലാൻ ചെയ്യാതെ ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടതാണ്. പാറുവിനെ അവളുടെ അച്ഛമ്മേൻ്റെ അടുത്ത് നിൽക്കാൻ കൊണ്ടാക്കിയതാണ് 2 ദിവസം. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വന്നപ്പം എന്തായാലും ഇന്നൊന്ന് പോയേക്കാന്ന് വിചാരിച്ചു. ചുരം കയറുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കയറാന്നുള്ള തീരുമാനത്തിൽ കുറേ ഹോട്ടലുകൾ തിരഞ്ഞു നടന്നു. ഈ പെരുന്നാളിൻ്റെ പിറ്റേന്ന് ആയതുകൊണ്ടാണോ ഇനി ഗ്യാസിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, അധികം ഹോട്ടൽസ് ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഇനി കിട്ടിയ ഒരു സ്ഥലത്താണെങ്കിൽ നല്ല തിരക്കും, നമ്മൾ വരിയൊക്കെ നിന്നിട്ടാണ് ഫുഡ് കഴിച്ചത് കേട്ടോ. ഇനി അതൊക്കെ കഴിഞ്ഞൊന്ന് ചുരം കയറാൻ നിന്നപ്പോഴോ ഭയങ്കര ബ്ലോക്ക്. ഈ പൗമ്യം വിഷ്ണുവും ഉണർന്നിരിക്കുന്ന സമയത്ത് കാറിൽ യാത്ര ചെയ്യാന്ന് പറയുന്നത് ഒരു വൃത്തികെട്ട പരിപാടിയാണ് കേട്ടോ. അവർ രണ്ടുപേരും നമ്മളെ അങ്ങോട്ട് സ്വിപ്പാക്കി കാണും. ഇപ്പോഴാണെങ്കിലോ ഈ ഒരു ബ്ലോക്കും ഒരു 1-2 മണിക്കൂർ ഇങ്ങനെ ബ്ലോക്കിൽ നിന്ന് ഇവരൊക്കെ കൂടി ഞങ്ങളെ ഇടങ്ങേറാക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ എങ്ങനെയൊക്കെയോ മന്ദം മന്ദം ഉന്തി ഉന്തി നീങ്ങിയാണ് കേട്ടോ ഫൈനലി നമ്മൾ സ്ഥലത്തെത്തിയത്. Guys, we are so excited. We're going to 900 Kandi, but in Choram Road there is so traffic, and we are assuming that there will be lot of people in there. Yeah, തിരക്കുണ്ടാവും. മലയാളത്തിൽ പറയാം, അതായിരിക്കും ഉണ്ടാവുക. നമ്മുടെ സുഗുണൻ ഇവിടെ നിൽക്കുന്നു, പിന്നെ വേറൊരു സുഗുണത്തി 900 കണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ആക്ച്വലി ഒരു 12-12:30 ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ എത്തുമ്പോൾ ഞങ്ങൾ 4:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഉള്ളിലെല്ലാം കയറി കാണാൻ പറ്റുമോന്ന് അറിയില്ല. എന്തായാലും ഞങ്ങൾ കാണുന്നത് നിങ്ങളെയും കൂടി കാണിക്കാം കേട്ടോ. വയനാട് ജില്ലയിലെ മേപ്പാടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള 900 കണ്ടിയിലേക്കാണ് കേട്ടോ നമ്മൾ വന്നത്. അപ്പോൾ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളിവിടുന്ന് ജീപ്പ് പിടിച്ചിട്ട് ഒരു 6 കിലോമീറ്ററോളം അകത്തേക്ക് പോയാലാണ് നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഓഫ് റോഡാണ്. നമുക്ക് പുറത്തുനിന്നുള്ള വണ്ടികളോ കാര്യങ്ങളോ ആയിട്ട് ഉള്ളോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. ഇവരുടെ ജീപ്പിൽ തന്നെ പോകണം. അത്രയ്ക്കും അഡ്വഞ്ചർ ട്രിപ്പാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ജീപ്പിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ചോദിച്ച് അന്വേഷിച്ച് വരുമായിരുന്നു. നോക്കുമ്പോൾ ഒരുവിധം എല്ലാ ജീപ്പുകൾക്കും ഫിക്സഡ് റേറ്റ് ആണ്, അസോസിയേഷൻ്റെ അണ്ടറിലുള്ളതാണെന്ന് തോന്നുന്നു. അപ്പം നമുക്കിപ്പോൾ പറഞ്ഞത് 1250 രൂപയാണ് ഫുള്ളായിട്ട്. 1 മണിക്കൂറിൻ്റെ യാത്രയാണ്. അതായത് നമ്മളെ ഇവിടുന്ന് എടുത്ത് 900 കണ്ടി അകത്ത് പോയി അവിടെ 1 മണിക്കൂർ നമ്മളെ വെയിറ്റ് ചെയ്തു, തിരിച്ച് നമ്മളെ ഈ വണ്ടിയിൽ തന്നെ തിരിച്ചിവിടെ കൊണ്ടുവരുന്നതിനുള്ള റേറ്റ് ആണ്. ഇപ്പോൾ നമ്മളെ കൂടെ ഷെയർ ചെയ്യാൻ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം കേട്ടോ. പക്ഷേ ഞങ്ങൾ ഒന്നാമത് ലേറ്റ് ആയില്ലേ, അപ്പോൾ ഇനിയും നമ്മൾ വേറെ ഒരാളെ ഫാമിലീനെ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലോസിങ് ടൈം ആയി പോയാൽ പിന്നെ നമുക്ക് 1 മണിക്കൂർ തികച്ച് കിട്ടില്ലല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ കാത്തു നിന്നില്ല. ഞങ്ങളതിനെ എടുത്തിട്ട് ഞങ്ങൾ മാത്രം ഒരു ജീപ്പ് 900 ഏക്കറോളം പരന്നു കിടക്കുന്ന കാടിന്റെ നടുക്കാണ് കേട്ടോ ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉള്ളത്. വനംവകുപ്പിന്റെ അണ്ടറിൽ വരുന്ന സ്ഥലമൊന്നും അല്ല കേട്ടോ. ഇത് സ്വകാര്യ വ്യക്തിന്റെ കീഴിൽ അവരായിട്ട് നടത്തുന്ന ഒരു എന്താ പറയുക, പ്രകൃതിയോട് ഇണങ്ങി ചേർന്നിട്ടുള്ള ഒരു വിനോദസഞ്ചാരത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് പറയാം കേട്ടോ. നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്നിട്ടും 1642 അടിയോളം ഹൈറ്റിലാണ് ഈ ഒരു സ്ഥലം നിൽക്കുന്നത്. അപ്പോൾ 900 കണ്ടി എന്നുള്ള പേര് വന്നത് ഈ ഒരു 900 ഏക്കറിന്റെ നടുക്കുള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ജീപ്പ് പോകുമ്പോൾ അറിയാം, വണ്ടി ഇങ്ങനെ നീങ്ങി മറിഞ്ഞിട്ടൊക്കെ ആണെങ്കിലും നമ്മളിങ്ങനെ കയറ്റത്തിലേക്കാണ് പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അവിടെ അടുത്തെത്തുന്നതിനനുസരിച്ച് നമ്മുടെ ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയറിന്റെ ടെമ്പറേച്ചർ മാറുന്നു, കാറ്റിന്റെ വേഗതയും സൗണ്ടും ഒക്കെ മാറി മാറി വരുന്നത് നമുക്കറിയാം. 900 കണ്ടിയിലേക്കുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നതും ഈ ഒരു ഓഫ് റോഡ് ട്രക്കിംഗ് തന്നെയാണ് കേട്ടോ. ഒരു തവണ ഇവിടെ വന്നവർ ഈ ഒരു യാത്ര എന്തായാലും മറക്കില്ല. അവിടെ എത്തിയിട്ട് കാണുന്ന കാര്യങ്ങൾ ചിലപ്പോൾ മറന്നുപോയേക്കാം, പക്ഷേ ഈ ഒരു യാത്ര എന്തായാലും മറക്കില്ല കേട്ടോ. നമ്മൾ കുറച്ച് മുന്നേ ഭക്ഷണം കഴിച്ചത് എന്തായാലും നന്നായി, അല്ലെങ്കിൽ കുലുങ്ങി എല്ലാം പുറത്തേക്ക് വരേണ്ട സമയമായിട്ടുണ്ട്. മൂപ്പർക്ക് ഇത് എക്സ്പീരിയൻസ് ഇരിക്കണം. അജിയാക്കളല്ല, ഇത് മാമാലിക്കാന് നമ്മളെ വടത്തിരിക്കാനല്ലേ, വടത്തിരിക്കാന് ഞാൻ പുറത്തെത്തണതാ. അച്ഛൻ പറഞ്ഞത്. അതെ, ഞങ്ങൾ ആർപ്പും വിളിയും കേൾക്കുമ്പോൾ ഏകദേശം നമ്മുടെ യാത്രേന്റെ തീവ്രത മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. നല്ല കുലുക്കുണ്ട് കേട്ടോ.
പാറുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാത്തതിന്റെ മെയിൻ കാര്യം ഇത് തന്നെയാണ് കേട്ടോ. പാറു ഇല്ലാത്ത ദിവസം ഈ ഒരു സ്ഥലം ചൂസ് ചെയ്തത്. ഒന്നാമത് ഈ ഒരു 6 കിലോമീറ്ററുള്ള ഈ ഒരു കുലുങ്ങിയിട്ടുള്ള യാത്ര അത് അവൾക്ക് നന്നായിട്ട് ചില രീതിയിൽ എഫക്റ്റ് ചെയ്തേക്കാം. അതുകൊണ്ടാണ് ഒന്നാമത്തെ റീസൺ. പിന്നെ അവിടെ എത്തിയിട്ട് നടക്കാനുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവളെ എടുത്തിട്ട് നമ്മൾ നടക്കുമ്പോൾ നമ്മളും തളരും. പിന്നെ മാറിയ ആളുകൾ ഇങ്ങനെ എടുക്കുമ്പോൾ അവളും തളരും. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരാത്തത്. ഇനി അവളുടെ വീൽ ചെയറിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് പാറുവിനെ എന്തായാലും കൊണ്ടുപോകും. അങ്ങനെയാകുമ്പോൾ അവൾക്കും റിലാക്സ് ചെയ്തിരുന്നിട്ട് എല്ലാം കാണാമല്ലോ, ഫ്രീ ആയിട്ടിരിക്കാമല്ലോ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പാറുവിനെ ഈ യാത്രയിൽ കൂട്ടാഞ്ഞത്. പിന്നെ ഇവിടുത്തെ ഡ്രൈവർമാർ എന്തായാലും സമ്മതിക്കണം കേട്ടോ. തുരുതുരാ ഇങ്ങനെ ജീപ്പ് പോകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. Guys, it's so vibing. കുലുങ്ങി സൗമ്യൊക്കെ മുന്നിലിരിക്ക, അവക്കൊരു ഇതും ഇല്ല, പീപ്പിളായിട്ടില്ല. ഇതൊക്കെ ഷീജയ്ക്ക് പേടിയിട്ട് ഉള്ള കമ്പി എവിടെയൊക്കെ പിടിക്കാൻ വെച്ചാൽ അടക്കം പിടിച്ചിട്ടുണ്ട്. ഇത് പിന്നെ പാവ വിഷ്ണുവിന്റെ കണ്ണിന്നൊക്കെ വെള്ളം വന്ന് കുലുങ്ങി അയ്യോ. സോ വൈബിങ്. അയ്യോ നമുക്ക് വണ്ടിയിൽ ആള് കുറവായതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഒരു ബുദ്ധിമുട്ട്. കുറച്ചുകൂടി ആളുകൾ തിങ്ങിയിരിക്കാനുണ്ടെങ്കിൽ കുലുക്കത്തിനൊരു ഇത്തിരി ആശ്വാസം ഉണ്ടായേനെ. പിന്നെ വണ്ടിയിൽ ഒരു 5 മിനിറ്റ് പോലും അടങ്ങിയിരിക്കാതെ നമ്മളെ വിഷ്ണുവും പൗമി ഇത് ഒരക്ഷരം പോലും മിണ്ടാതെ ഒതുങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. ആകെ കിളി പാറിയ അവസ്ഥയിൽ. പേടിച്ചിട്ടാണോ എന്താണെന്നറിയില്ല. എന്തായാലും അടങ്ങിയിരിക്കുന്നുണ്ട്. ഞാൻ വിഷ്ണുവിനെയൊക്കെ ഇങ്ങനെ കൂട്ടി പിടിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും രണ്ടുപേരും ഓക്കെയാണ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തേക്ക് എത്താറായിട്ടോ. എത്താനാവുന്ന സമയത്ത് 1-2 റിസോർട്ടുകളൊക്കെ കണ്ടു കേട്ടോ. അപ്പം റിസോർട്ടിലൊക്കെ വരണമെങ്കിൽ നമ്മൾ ഓൾറെഡി വിളിച്ച് നേരത്തെ ബുക്ക് ചെയ്ത് തീരുമാനമൊക്കെ എടുക്കണം. അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമ്മളെ ഇവിടുന്ന് വന്ന് പിക്ക് ചെയ്ത് റിസോർട്ടിൽ എത്തിച്ച് നമ്മൾ അവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് തിരിച്ച് നമ്മളെ വണ്ടിയിൽ തന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനും ഒക്കെ കൂടിയുള്ള പാക്കേജ് ആയിട്ടുള്ള പേയ്മെന്റ് ആണെന്നാണ് പറഞ്ഞത്. ആ കാര്യങ്ങളൊന്നും ഞങ്ങൾ അന്വേഷിച്ചില്ല കേട്ടോ. ഇടയ്ക്കൊന്നും ഒരാളും അനക്കും ഒന്നുമില്ല കേട്ടോ. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന നമ്മളെ പോലെയുള്ള നമ്മളിങ്ങനെ വരുന്ന പോലത്തെ ജീപ്പുകളല്ലാതെ വേറെ ഒന്നിനെയും കാണാനില്ല. ഈ മൃഗങ്ങളൊക്കെ ഉണ്ട് ഇത്രേ. അപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ മൃഗങ്ങളൊക്കെ വരുന്നു. അപ്പോൾ 6 മണിക്ക് ശേഷം നമ്മൾ ഇവിടുത്തെ ഈ ടൈമിങ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കുവരവുകളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ റിസോർട്ടിലുള്ള ആളുകളും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പുതിയതായിട്ട് ഇപ്പോൾ ഇവിടെ സിബ് ലൈനും സിബ് സൈക്ലിംഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതും കൂടി ഒന്ന് എനിക്കിങ്ങനെ മുന്നേ കൂട്ടി പ്ലാൻ ചെയ്ത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് ഓർഗനൈസ് ആയിട്ട് അങ്ങനെ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളോടാണ് ഞാൻ പേഴ്സണലി എനിക്ക് താല്പര്യമുള്ളത് കേട്ടോ. പക്ഷേ ഇന്നത്തെ ഞങ്ങളുടെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒക്കെ ചടപടാന്നെടുത്ത തീരുമാനങ്ങളായിരുന്നു. കുട്ടികളുടെ എല്ലാ തീരുമാനങ്ങളും അങ്ങനെയാണ് കേട്ടോ. അപ്പം ഇപ്പോൾ ആളുടെ കൂടെ ആയതുകൊണ്ട് ഞങ്ങളുടെ യാത്രകളും ഒക്കെ അങ്ങനെ പെട്ടെന്നുള്ള തീരുമാനങ്ങളായിരിക്കും. അപ്പോൾ ഇന്നത്തെ യാത്രയും തുടക്കത്തിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആകെ ബോറായിരിക്കും, വെറുതെ വണ്ടിയിലിരുന്ന് മുഷിയലായിരിക്കും, അങ്ങനെയൊക്കെയായിരുന്നു ഇവിടെ എത്തുന്നത് വരെ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഈ ഒരു യാത്രയിൽ വന്നതോടുകൂടി എന്തായാലും സംഭവം മനസ്സിലായി. നോക്കി ഇറങ്ങ 6 മണിയാകുമ്പോ തിരിച്ചിറങ്ങണം കേട്ടോ. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും ഒരു കിറുക്കുണ്ട് കേട്ടോ, ഒരു ബാലൻസ് ഇല്ലായ്മ. എന്തായാലും നമുക്ക് തിരിച്ച് 6 മണിക്ക് എത്തണം എന്നാണ് നമ്മളെ ഡ്രൈവർ നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഫുൾ അകത്തുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇറങ്ങണം. വണ്ടി മാറി പോകുമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ വണ്ടീൻ്റെ നമ്പറൊക്കെ ഒന്ന് ഫോട്ടോ എടുത്തിട്ടാണ് കേട്ടോ വന്നത്. ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് കയറാൻ. നമ്മളിപ്പോ ടിക്കറ്റ് ഒക്കെ എടുത്ത് അകത്ത് കയറിട്ടോ. ഒരാൾക്ക് 250 രൂപയാണ്. കുട്ടികളുണ്ടെങ്കിൽ 5 വയസ്സിന് മേലുള്ള കുട്ടികള് 12 വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ 100 രൂപയാട്ടോ ടിക്കറ്റ്. ക്ലൈമറ്റ് ഒക്കെ മാറിട്ടോ, നല്ല തണുപ്പായി. ഒന്നാമത് വണ്ടി കയറി വന്നിട്ട് ഒരു തലകറക്കുണ്ട്. ഇനി ഫോണിൽ പോയിട്ട് എന്തൊക്കെയാ കാഴ്ചത് കാണാം. ലാസ്റ്റ് ബ്രിഡ്ജ് പോ. ബാ, അതൊക്കെ ആക്ടിവിറ്റി അല്ലേ. പോവില്ല. അവിടെ അമ്പ് വിടും. അതായിരുന്നു അതിന് 50 രൂപ കൊടുക്കണം. നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ആദ്യം നമ്മൾ പോയിട്ട് നമുക്ക് we only have 1 hour, so we are going there. വരുന്ന വഴിക്ക് സമ്മതിച്ചാൽ കേറും. ഇനി അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോവാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണാൻ പോകുന്നത്. നമ്മളെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത് എവിടെയാണെന്നറിയും? അതെ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെയാണ്.
കേരളത്തിൽ എവിടെയാണെന്നറിയോ? നമ്മുടെ ഇടുക്കി ജില്ലയിലെ വാഗമണ്ണിലാണ്. 40 മീറ്റർ ആണ് ആ ബ്രിഡ്ജിന്റെ ലെങ്ത് വരുന്നത്. അതിനുശേഷം ഒരുപാട് കുഞ്ഞു കുഞ്ഞു ബ്രിഡ്ജുകൾ നമ്മളെ വയനാട്ടിൽ തന്നെ വന്നിട്ടുണ്ട്. ഓരോ റിസോർട്ടുകൾക്കൊക്കെ ആയിട്ട് പേഴ്സണൽ ബ്രിഡ്ജുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞാനതൊന്നും കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. ഇപ്പോൾ ഇതൊരു പുതുമയല്ല, എല്ലാവർക്കും ഒരു കാഴ്ചയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ട് കാണുമ്പോൾ അതൊരു പുതുമ തന്നെയല്ലേ അല്ലേ? നമ്മുടെ പ്രകൃതി ഒന്നും കൂടി സുന്ദരിയായി നിൽക്കുന്ന പോലെ ഉണ്ട് കേട്ടോ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ പോകുമ്പോൾ. ആദ്യം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഒന്നാമത് ഒരുവിധം കൂടുതൽ ആളുകളുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്തൊക്കെ കയറിയാലും നമുക്ക് കുറച്ച് സമയം ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. ആ കാണുന്ന മാക്സിമം നമ്മൾ അങ്ങോട്ട് കണ്ണ് നിറയ്ക്കണം കേട്ടോ. പ്രകൃതിക്ക് ഇത്ര ഭംഗിയുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകട്ടോ. നമ്മളിങ്ങനെ മരങ്ങളുടെയും മലകളുടെയും ഒക്കെ ഇടയിലേക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ അവരൊക്കെ നമ്മളിങ്ങനെ തിരിച്ചു നോക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. ഉർവശീശാപ ഉപകാരം എന്ന് പറഞ്ഞ മാതിരി ഞങ്ങൾക്ക് ബ്ലോക്ക് കിട്ടി നേരം വൈകിയതുകൊണ്ട് ഇവിടെ അധികം വെയിൽ കൊള്ളേണ്ടി വന്നില്ല കേട്ടോ. കാരണം നല്ല തണലുള്ള സമയത്തും നല്ല തണുപ്പുള്ള സമയത്താണ് ഞങ്ങൾ എത്തിയത്. അതുകൊണ്ട് അധികം വെയിലൊന്നും കൊള്ളേണ്ടി വന്നില്ല. ഗ്ലാസ് ബ്രിഡ്ജിന്റെ മേലെ കയറി നിന്ന് പരമാവധി എല്ലാ കാര്യങ്ങളും നല്ല കൂളായിട്ട് നിന്ന് കാണാൻ പറ്റിട്ടോ. ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് നല്ല കാറ്റാണ്, നല്ല എന്താ പറയുക, നല്ല ശുദ്ധമായിട്ടുള്ള വായുവാണ്. ഇതെല്ലാം ആസ്വദിച്ച് ഇങ്ങനെ ഇവിടെ നിൽക്കാൻ തോന്നും. പക്ഷെ അങ്ങനെ നിൽക്കാൻ നമ്മുടെ സെക്യൂരിറ്റിമാർ സമ്മതിക്കില്ല. നമ്മളിന്ന് അകത്ത് കയറ്റി കുറച്ച് നേരം ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമ്മളെ പിടിച്ച് പുറത്താക്കും. എന്നാലേ അവർക്ക് അടുത്ത ആൾക്കാരെ കയറ്റാൻ പറ്റുള്ളൂ. എന്തായാലും നമ്മൾ കിട്ടുന്ന പരമാവധി ടൈം എല്ലാം കണ്ടങ്ങോട്ട് തൃപ്തിപ്പെടണം കേട്ടോ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കുഞ്ഞു കുഞ്ഞു ട്രിപ്പുകൾ പോകണം കേട്ടോ. ഇപ്പോൾ വന്നു തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഒരു രസം മനസ്സിലാവുന്നത്. അങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ ബിസി ലൈഫായിട്ട് ഇങ്ങനെ ഓടുന്നതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന സ്ട്രഗിളുകളൊന്ന് മാറാനും നമ്മളൊന്ന് റീഫ്രഷ് ആവാനും കൂളാവാനും ഒക്കെ ഈ യാത്രകൾ പറ്റൂ കേട്ടോ. പിന്നെ അത് നമ്മൾ യാത്രകൾക്ക് വേണ്ടി ഇങ്ങനെ സ്ഥലങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളായാൽ ബഹുഖേമായി. താഴേക്കുള്ള കാഴ്ച കണ്ടോ? നമ്മൾ വന്നിട്ടുള്ള ജീപ്പുകളൊക്കെ നിർത്തിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇനി നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇത് ഒരു ഹഡാണ് കേട്ടോ. അവിടെ വേറെ ടൈപ്പ് ഓഫ് വ്യൂ ആണ്. കാണാനുള്ള സംഭവങ്ങൾ ഒന്നാണ്, പക്ഷെ വേറെ വേറെ വ്യൂക്കളാണ് വരുന്നത്. ഈ ഗ്ലാസ് ബ്രിഡ്ജിനേക്കാളും കുറച്ചുകൂടി ഹൈറ്റിൽ. നമ്മൾ ഫസ്റ്റ് എൻട്രൻസ് നിന്ന് ടിക്കറ്റ് എടുത്ത് 250 രൂപയ്ക്ക് കയറിയില്ലേ, അതിനുശേഷം ഇവിടെ ഒന്നും എക്സ്ട്രാ പേ ഒന്നും ചെയ്യണ്ട കേട്ടോ. അതിൽ ഇൻക്ലൂഡഡ് ആണ് എല്ലാം. പക്ഷേ ഒരു സ്ഥലത്ത് മാത്രം എന്തോ ഗണ്ണ് ഉണ്ട്, എന്തോ ആക്ടിവിറ്റി ഉള്ളിടത്തിൽ മാത്രം എന്തോ 50 രൂപ പേ ചെയ്യാനുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ആ ടിക്കറ്റിൽ തന്നെ വരുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ ഇതുവരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടവർ എന്തായാലും നമ്മുടെ വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ബാക്കിയുള്ളതും കൂടി സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് ഞങ്ങളെ സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. പിന്നെ സാധാരണ നടക്കേണ്ട സ്ഥലങ്ങൾ എത്തുമ്പോൾ പൗമി ഇടുക്ക് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഓരോരോ കാരണങ്ങൾ അവൾ പറയും. വെയിലാണമ്മേ, കാല് കഴിയുന്നമ്മേ, പൂച്ചനെ കണ്ട് പേടിയാണ്, കാക്കിനെ കണ്ട് പേടിയാണ്, അങ്ങനെ പല ഉടായ്പകളും ഇറക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഇതിനകത്ത് കയറിയതിന് ശേഷം അവളെ എടുക്കാൻ അവൾ പറഞ്ഞിട്ടേ ഇല്ല. അവൾ മറന്നുപോയി. അവൾ ഇതിൽ മുഴുകി നടക്കത്തോട് നടത്തായിരുന്നു. മേലെ കണ്ടോ ഉള്ള ഒരു ഹഡ് പോലെ. That's where we are going. കേൾക്കുന്നുണ്ട് ഗൈസ്. ഈ ടൂർ എന്നുള്ള കാറ്റഗറിയിൽ എൻ്റെ യാത്രകൾ വളരെ കുറവാണ് കേട്ടോ. പണ്ട് സ്കൂൾ ടൈമിലൊക്കെ ആണെങ്കിൽ 4-ലും 10-നും ഒക്കെയാണ് ഞാൻ ഓരോരോ ടൂർ പോയിട്ടുള്ളതും. നമ്മളെ സിൽവർ സ്ട്രോം, വിസ്മയ അങ്ങനത്തെ സ്ഥലങ്ങളിൽ. അപ്പം വിസ്മയൊക്കെ അന്ന് ഓപ്പൺ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ 10 പഠിക്കുന്ന സമയത്ത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളിലേക്ക് കയറാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ +2 10-ലൊക്കെ +2 കോളേജിലൊക്കെ ആയപ്പോൾ പിന്നെ എനിക്ക് ടൂറേ ഉണ്ടായിരുന്നില്ല. പിന്നെ അല്ലാതെ യാത്രകളുണ്ട് കേട്ടോ. ഒരുപാട് ദൂരെ അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്. പിന്നെ പാറുവായരെ, പിന്നെ അവളെയും കൊണ്ട് ഓരോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അങ്ങനെ പല ജില്ലകളും കണ്ടു. ജില്ല കടന്ന് നമ്മൾ മൈസൂരിലെത്തിയതും ഒക്കെ അങ്ങനെയാണ്. ഇനി നമുക്ക് വണ്ടി വിളിച്ച് വേറൊരു സ്ഥലത്ത് പോകാനുണ്ട് കേട്ടോ. സിപ്പ് ലൈനിൽ പോകണമെങ്കിൽ ഇവിടെയല്ല, കുറച്ചുകൂടി മുന്നോട്ട് പോകണം. അപ്പോൾ നമുക്ക് 1 മണിക്കൂറാണ് ടൈമുള്ളത്. ഇവിടെ വണ്ടി നമ്മൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുള്ളൂ. പിന്നെ എക്സ്ട്രാ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിയാലേ മറ്റൊരു കയറാൻ സമയം ഉണ്ടാവുള്ളൂ. ഈ ഒരു മണിക്കൂർ എന്നുള്ള സമയപരിമിതി ഒരു ചലഞ്ചിങ് ആണ് കേട്ടോ. നമുക്ക് എല്ലായിടത്തിലും അങ്ങോട്ട് മനസ്സിറങ്ങി സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് സിപ്പ് ലൈനിൽ പോകാനുണ്ടല്ലോ. അപ്പം അഥവാ നേരം വൈകിയാൽ അത് മിസ്സായി പോകുമെന്നുള്ള ടെൻഷനും ഉണ്ട്. ഇവിടെയാണ് നമ്മൾ റിസോർട്ടിൻ്റെ പ്രസക്തി മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ റിസോർട്ട് എടുത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ 1 മണിക്കൂറിൻ്റെ ടൈം പീരീഡ് ഉണ്ടാവില്ല. കാരണം നമുക്ക് വണ്ടി വേണ്ടല്ലോ. റിസോർട്ട് അതിൻ്റെ അടുത്താണ്. നമുക്ക് വേണമെങ്കിൽ നടന്നു പോയിട്ടും എപ്പോൾ വേണമെങ്കിലും കയറി കണ്ടു വരാമല്ലോ.
ടൈമില്ലാന്ന് വെച്ചാൽ ഞങ്ങൾ അധികമൊന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാം ഒന്ന് ഒരു ഓട്ടപ്രദർശനത്തിലൂടെ എല്ലാം ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഊഞ്ഞാടാം. ഇത് ശരിക്കും യൂണിഫോം മാതിരി ഉണ്ട്. നിങ്ങൾ രണ്ടാളും ഒരേ കളറും ഇവർ രണ്ടാളും ഒരേ കളറും. നമ്മളെ കേരളത്തിന് പുറത്തുള്ള കുറെ ടൂറിസ്റ്റുകൾ ഉണ്ട് ഇവിടെ. അപ്പം നമ്മൾ ഊഞ്ഞാൽ ഇങ്ങനെ നോക്കി നടക്കുകയായിരുന്നു ഇവിടെ ഒരു ഒഴിവുള്ളതെന്ന് വെച്ചിട്ട്. അപ്പം ഇവിടെ ഇപ്പോൾ ഒരു കന്നഡക്കാരായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് കന്നഡ കേട്ടപ്പോൾ നമ്മൾ മൈസൂരിനെ മിസ് ചെയ്തു. കന്നഡ അവർ പറയുന്ന കന്നഡയൊന്നും ಗೊತ್ತಿല്ലെങ്കിലും കന്നഡ കേട്ടപ്പോൾ എന്തോ മൈസൂരിനോടൊരു മിസ്സിങ് തോന്നി. അപ്പോൾ അവർ എണീറ്റ പാട് ഞങ്ങൾ പോയി സ്ഥലം പിടിച്ചതാണ് കേട്ടോ. കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി. ഞങ്ങൾ കോയിൻസിഡൻസ് ആയിട്ട് എല്ലാവരും മാച്ച് ആയതാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞ് ഒപ്പിച്ചിട്ടതൊന്നുമല്ല. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ആയി പോയതാണ്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഊഞ്ഞാലാടുമ്പോഴേ ഫുള്ള് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരുന്നത് കിളികളെ സൗണ്ടാണ് കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. അവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചിട്ടാണ് നടക്കുന്നത്. പക്ഷേ അതിനെയൊക്കെ ഓവർകം ചെയ്തിട്ട് ഈ കിളികളെ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. നല്ല സ്വീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് മന്ദം നമുക്ക് നീങ്ങുകയാണ്. അങ്ങനെ നമ്മളൊന്ന് കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോയിട്ടോ കുറച്ച് നേരത്തേക്ക്. ഇത് കുട്ടികളുടെ സ്ഥലമായിരുന്നു. പക്ഷെ ഞങ്ങൾ ആ ബോർഡൊന്നും കണ്ടില്ല, ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നതാണ് സത്യം. നമ്മൾ സാധാരണ ഇങ്ങനത്തെ ഭാഗത്തൊക്കെ പോകുമ്പോൾ കുട്ടികളെ ഏരിയ ആകുമ്പോൾ ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനത്തെ ഒരു മെറ്റീരിയലിനെ കൊണ്ടായിരിക്കലും ഉണ്ടാവുക. പക്ഷേ ഇവിടെ എല്ലാം നല്ല ഇരുമ്പിനെ കൊണ്ടുള്ള ഘടാഘടിയന്മാരായിട്ടുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ. കണ്ട പാടെ വേറെ ഒന്നും നോക്കിയില്ല. അറ്റാക്ക് എല്ലാത്തിലും ചറ പറ ചിഹ്നം ഭിന്നം കയറിങ്ങാണ്ട് അങ്ങോട്ട് കളി ആർമാദമായിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങാൻ നേരത്താണ് കണ്ടത്, ബോർഡ് വെച്ചത് തന്നെ കണ്ടത് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഉള്ളതാണെന്ന്. എന്തായാലും ഇതിൻ്റെ നടത്തിപ്പുകാരൊന്നും ഞങ്ങളെ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പിടിച്ച് ചവിട്ടി പുറത്താകേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും സംഭവം കണ്ടതും ലേറ്റ് ആയത് നന്നായിട്ടോ. കാരണം മുന്നേ കൂട്ടി കണ്ടിരുന്നെങ്കിൽ നമ്മളൊന്ന് അമ്മാന്തിച്ച് നിന്നേനെ കയറണ്ടേ എന്നുള്ളത്. കാണാത്തത് കൊണ്ട് നല്ല ത്രില്ലിൽ എല്ലാവരും കയറി നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. കിടക്ക് നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറിയതിൽ ഏറ്റവും ലാസ്റ്റത്തെ സ്പോട്ടാണ് കേട്ടോ ഇത്. കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണ്, ബാലൻസ് ചെയ്ത് നടന്നു പോകാൻ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ എന്ത് നിസ്സാരം എന്ന് വെച്ചിട്ട് കയറിയതാണ്. പക്ഷേ എനിക്ക് ഒരൊറ്റ സ്റ്റെപ്പ് പോലും ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ അധികം ട്രൈയും ചെയ്തിട്ടില്ല. 4 സൈഡിലും ഉള്ളത് 4 ടൈപ്പ് ഓഫ് ബാലൻസിങ് ആണ് കേട്ടോ. ശരിക്കും മനസ്സിനും ശരീരത്തിനും ഏകാഗ്രത ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് വളരെ പെട്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ സുല്ലിട്ട് വഴി മാറിക്കൊടുത്തു. കുട്ടേണ്ണ ലക്ഷ്മിയൊക്കെ കുറച്ചുകൂടി കൂടുതൽ നേരം ട്രൈ ചെയ്തു കേട്ടോ. എന്നിട്ടും അവർക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഓരോന്ന് കയറുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇത് ഇത്തിരി ടഫാണ്, മറ്റേല് കയറുമ്പോൾ ശരിയാവുമെന്ന്. പക്ഷേ 4 പോലെ ഡിഫറെൻ്റ് ആണ്. 4 നല്ല ഡിഫിക്കൽട്ട്. കമൻട്രി പറയുന്നത് അത്ര എളുപ്പമല്ല കേട്ടോ സംഗതി. പൗമി ഞങ്ങൾ ഓരോരുത്തരെ പിന്നാലെ നടന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താ ഇപ്പോൾ അവർ ചെയ്യുന്നു? ഊഞ്ഞാലാടുകയാണോ? ഞാനൊന്ന് കയറി നോക്കണം. കയറിടിച്ചാൽ ആടിപ്പോ. ഓ മേലെ പിടിച്ചാൽ ഭയങ്കര സുഖാന്ന് വിചാരിക്കും. ഇപ്പൊ വിചാരിക്കും ഞാൻ കേറി. തന്നെ കേറ്. ഡയലോഗ് അടിച്ചല്ലേ മോള് പിടിച്ചാൽ വേഗം കേറാന്ന് കേറ്. ഗൈസ് നമ്മളപ്പോ അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ കണ്ട് ഇപ്പൊ സ്കൈ ലൈനിലേക്ക് സിപ്പ് ലൈനിലേക്ക് പോവാണ്. നമ്മൾ ഇപ്പം നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന് ഒരു 500-600 മീറ്റർ മാറിയിട്ടാണ് കേട്ടോ
കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ടാണ് ഈ സിപ്പ് ലൈനിൻ്റെ ഒക്കെ സ്പോട്ട് ഉള്ളത്. അപ്പോൾ അവിടേക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഒരാൾക്ക് 350, അത് ഓരോന്നിന് സിപ്പ് ലൈനിന് 350, സിപ്പ് സൈക്ലിങ്ങിന് എത്രയാണെന്ന് ഞാൻ ചോദിച്ചില്ല കേട്ടോ. മറ്റേ സ്വിങ്ങും ഉണ്ട്, അതിനും സെപ്പറേറ്റ് റേറ്റിംഗ് ആണ്. അപ്പം ഞങ്ങൾ ഇതിന് ഒരാളുടെ കാര്യം കേട്ടോ 350. അപ്പം നമുക്ക് വേണേൽ അവിടുന്ന് പേ ചെയ്യാം, അല്ലെങ്കിൽ പേ ചെയ്യാം. സൈക്കിൾ ഇവിടെ സൈക്കിൾ കുട്ടേണ്ണ ആദ്യം കയറണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തിയിട്ടോ. പക്ഷെ ഞാനും ലക്ഷ്മിയും ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്ത് ഇതില്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോയില്ല, സിപ്പ് ലൈനിൽ കയറിയില്ലെങ്കിൽ ഞങ്ങളൊന്നും തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞ് കയ്യും കാലൊക്കെ പിടിച്ചപ്പോൾ പറഞ്ഞ് എന്നാൽ കയറിക്കാന്ന പിന്നെ ഞാനും ഒന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കയറിയതാട്ടോ. ആൾക്ക് ഞങ്ങളെക്കാളും പേടിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ മുന്നിൽ ഞങ്ങൾ രണ്ടുപേരും കയറിയിട്ട് ആൾ കയറിയില്ലെങ്കിൽ നാണക്കേടല്ലേ എന്നെന്തോ ചിന്തിച്ചിട്ട് കയറാന്നൊക്കെ പറഞ്ഞ് പോയതാണ് കേട്ടോ. ആദ്യം അവർ രണ്ടുപേരും കയറി, കുറച്ച് ആൾക്കാരെ അങ്ങോട്ട് വിട്ട് അവർ തിരിച്ച് വന്നിട്ട് പിന്നെ അടുത്ത ആൾക്കാരെ വിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പൗമിയും വിഷ്ണുവിനും കൂടി ചിറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ രണ്ടുപേരും ആദ്യം പോട്ടെ എന്ന് വിചാരിച്ചു. ചിറ്റയ്ക്ക് പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കയറണമെന്നോ പരീക്ഷിക്കണമെന്നൊന്നുള്ളൊരു യാതൊരു താല്പര്യമില്ല കേട്ടോ. ബീച്ചിൽ വന്ന ഒന്ന് കാല് നനയ്ക്കാൻ പോലും കടലിലേക്ക് ഇറങ്ങാത്ത ആളാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്കേ മൈൻഡ് ചെയ്തിട്ടുണ്ട്. കറങ്ങുന്നുണ്ട്, അത് ചെറിയതാ അപ്പുറത്തി, ചെറിയ അപ്പുറത്തി. അത് അച്ഛനതാ പോണു, അച്ഛനതാ പോ, അച്ഛപ്പോ അതാ 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 കുറേ കാലമായിട്ടോ ഇതിലൊന്ന് കയറണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. മൈസൂരിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ വയനാട് ഭാഗത്തു കൂടിയാണല്ലോ പോവുക. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഓരോരോ സ്പോട്ടിൽ നിന്ന് ഇതിങ്ങനെ മേലെ കൂടെ പോകുന്നത് കാണാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ കുട്ടികളോട് പറയാറുണ്ട് ഒരു തവണ കയറണം എന്ന്. ഇന്നാണ് എന്തായാലും അതിൻ്റെ ദിവസമായത്. എനിക്ക് പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ പേടിയല്ല, പക്ഷെ അതെന്തായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കരമായിട്ടുള്ളൊരു ത്വരയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന ദിവസം ഇന്ന് എത്തിയതാണ്. ലക്ഷ്മിക്ക് സിപ്പ് സ്വിങ്ങിലും കൂടി പോകാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് കുറച്ചുകൂടി സിവിയറാണ്, കുറച്ചുകൂടി പേടിക്കാനുള്ളത് കാര്യം. എനിക്ക് അതിൽ കയറാൻ അത്യാവശ്യം നല്ല പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പതുക്കെ ഞാൻ അതിൽ നിന്ന് വിട്ടുമാറി നിന്ന്. പിന്നെ അവളെ ഒറ്റയ്ക്കായതുകൊണ്ട് വിട്ടതും ഇല്ല. Can you move a little bit? Sorry, can you move a little bit? It will start from. ഞാൻ പോവാൻ പോവാട്ടോ. ഇവരൊക്കെ പോയി വന്ന് സൂപ്പർ കലക്കോ. എങ്ങനെയുണ്ടെന്ന് അറിയാം. ശിബിൻകുട്ടന്റെ ചെറിയ പേരുണ്ടായിരുന്നു കേട്ടോ. അത് കൈയൊക്കെ അങ്ങനെയൊന്നുമില്ല. It was so super and so chilling. Yeah. ഞാൻ പോയി വന്നിട്ട് പറയാട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ശരിക്കും
ഒരു തവണയെങ്കിലും ഈ കേറി നോക്കണം. അപ്പൊ ഇനി നമ്മളെ റോഡിന്റെ കാര്യം അറിയാലോ, ഇനി താഴെ എത്തിയിട്ട് കാണാം കേട്ടോ. നമ്മള് ഫുഡ് കഴിക്കാൻ കയറിയതാണ് കേട്ടോ. മന്തി കഴിക്കാം. ലക്ഷ്മിന് ആകം മാറി വിശന്നിട്ട് ഇപ്പൊ കാണിച്ചേ. കേൾക്കുന്നുണ്ടോ ചിലപ്പോ? വിശക്കുണ്ടോ? നമ്മളെ ക്യാമറാമാന് ഡൗൺ ആയിപ്പോയി. ഇവിടെ അഭ്യാസാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ട്രിപ്പ് ഏകദേശം കഴിയാനായി കേട്ടോ. ഇന്ന് എന്തായാലും ശരിക്കും വരുമ്പോ ഒരു ടെൻഷനായിരുന്നു കേട്ടോ, എങ്ങനെ ഉണ്ടാവും, അവിടെ കയറാൻ പറ്റുമോ, സമയം വൈകുമോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ശരിക്കും എൻജോയ് ചെയ്ത് ആകെ 1 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളെങ്കിലും നമ്മൾ ഈ യാത്ര ഒരു മീനിങ് ഫുൾ ആയിട്ടോ. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇനിയിപ്പോ ഇരുടായി, ഇനിയിപ്പോ ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് ഇനി അധികം കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പം ബൈ.